കരയാത്ത ഞാൻ നൈസായിട്ട് കരഞ്ഞ്. ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തതാണ്. ഇനി ഇതിൻ്റെ ടൊമാറ്റോ സോസ് എന്തിനാ ആഡ് ചെയ്യണമെന്ന് അറിയില്ല. പൊളിച്ച് കിടിലം ഫുഡ്. അങ്ങനെ ബീഫ് ഫ്രൈയും മഷ്റൂമും പൊറോട്ട. അപ്പോൾ ഗെറ്റ് റെഡി. ഓഫീസിൽ നിന്ന് വന്ന ശേഷം നേരെ വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീകി നൈസായിട്ട് 2 സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് പോകാൻ പോണേ. ഓക്കെ, സി യു. പിന്നെ ഷൂസൊക്കെ ഇട്ട് നേരെ ജിമ്മിലേക്ക് ഇറങ്ങാം. ഓക്കെ, കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നൈസായിട്ട് വർക്കൗട്ടിലേക്ക് എടുക്കാൻ തിരിച്ചു. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വർക്കൗട്ടിന് ശേഷം ഒരു മീൻ ഉണ്ടാക്കാൻ വേണ്ടി വർക്കൗട്ടൊക്കെ ചെയ്ത് വന്ന് നമ്മൊരു മഷ്റൂം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഫ്രഷ് മഷ്റൂം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മഷ്റൂമൊക്കെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല ഫ്രഷ് ആയിട്ട് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുക. ഉമ്മച്ചിയും അനിയത്തിയും കൂടി ഉമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ വേറെ ആരുമില്ല. ഒരു മിണ്ടൽ മനക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗെറ്റ് റെഡി. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ സവാള എടുക്കണമെന്ന് പറയുന്നത്. സവാള ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളയിൽ വലിയ ഉള്ളി നോക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളി എടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂട്യൂബിൽ ഏതൊക്കെ വീഡിയോ എടുത്തിട്ട് അത് നോക്കി കറക്റ്റായിട്ട് ഉണ്ടാക്കുക. അതിനുള്ളിലേക്ക് നന്നാക്കി നൈസായിട്ട് കരയാത്ത ഞാനൊക്കെ കരഞ്ഞ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ നന്നാക്കണവർ ആവിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. ജലദോഷമൊക്കെ ഉള്ളവർ വന്നിട്ട് ഉള്ളി നന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കഫവും ജലദോഷവും തുമ്മലൊക്കെ മാറുന്നു. നല്ല എഫക്റ്റീവ് സാധനമാണ്. നമുക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പല എന്താ പറയുക ടെക്നിക്സും ഇൻഫോർമേഷനൊക്കെ അതിലുണ്ടാവും. ഉള്ളി നന്നാക്കണതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ടാവും. നമുക്കറിയില്ല. മലയാളികൾ പൊതുവെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ പോലും അതങ്ങനെയൊന്നുമല്ല. അതിലൊന്നും വലിയ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. എനിക്ക് വിചാരിക്കുള്ളൂ. പക്ഷെ പലരും പല കാര്യങ്ങളുണ്ടാവും. ഉള്ളി നന്നാക്കിയ ശേഷം നല്ല കുനുകുനാന്ന് പയ്യെ അരിയുക. എനിക്ക് വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഇത്തിരി സ്ലോ ആണ്. ചീനച്ചട്ടി വെക്കുക. സെക്കൻഡ് ഡൗൺ ആക്കുക. അതിനുശേഷം പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ മറ്റേ RCMൻ്റെ തവിടെണ്ണയാണ് ഉപയോഗിച്ചത്. വീഡിയോയിൽ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ 2 ഏലക്കായി 3 നമ്മുടെ മൂന്നാറിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നൊരു ഏലക്കായ ഉണ്ട്. അതിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നേരെ സവാളക്ക് വരും ഉള്ളിയാണ് തുടങ്ങുന്നത്. ഉള്ളിയാണ് ഇട്ട് തുടങ്ങുക. സവാളക്ക് വരുമ്പോൾ ഉള്ളി ഇട്ടുകൊണ്ടാകുന്നു. അവിടെ പെട്ടെന്ന് വയണ്ടണില്ല. നല്ല സമയം എടുക്കണം. വഴറ്റിക്കൊണ്ടിരിക്കണം. വെയിറ്റ്. നമ്മുടെ ഉള്ളിയുടെ ഒപ്പം തന്നെ ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചേർക്കാം. പ്രൊഫഷണൽ ഇഞ്ചി വെളുത്തുള്ളി ഉമ്മച്ചി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് അത്യാവശ്യം വലിയ പണിയൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് ഇളക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് തക്കാളി ഒന്ന് വഴന്ന ശേഷം ലേശം മുളക് പൊടി ചേർക്കാം. എനിക്ക് എരിവ് അത്ര ഇഷ്ടമല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. മസാലയൊക്കെ ചേർത്ത ശേഷം നന്നായിട്ട് ഇട്ട് വഴറ്റാം. ഒരു സംഭവം വിട്ടുപോയി. ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം എന്നാണ് നമ്മുടെ മാഡം പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമണമൊക്കെ നൈസായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കത്തിപ്പോറായിട്ടുണ്ട്. ആക്ച്വലി ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നൈസായിട്ട് ഇടുക. അതിനുശേഷം ഇത്തിരി ടൊമാറ്റോ സോസ്. ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തതാണ്. ഇനി ഇതിൻ്റെ ടൊമാറ്റോ സോസ് എന്തിനാ ആഡ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ മാഡം പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ.
അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ച മഷ്റൂമുകൾ ഇടാം. നൈസായിട്ട് നമ്മൾ ഇടയ്ക്ക് കൊടുക്കാം. അവർ സവാള പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളി ചെയ്തുകൊണ്ട് ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പൊളിച്ച് അതിന് ഒരു 5 മിനിറ്റ് നൈസായിട്ടത് ഒന്ന് തിളക്കാൻ വെക്കാം, ലോ ഫ്ലെയിമിലിട്ടത്. ഞാൻ അപ്പോഴത്തേക്കും പോയി മല്ലിനെ മേടിച്ചുകൊണ്ട്. ഇത് വൈബാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര വൈബാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാനല്ല ഉദ്ദേശിച്ചിരുന്നത്, ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ വ്ളോഗ് കൂടി എടുത്ത് കളയാം. ഒരു മഷ്റൂം ഉണ്ടാക്കുന്ന രീതിയിൽ മഷ്റൂം ഉണ്ടാക്കുമ്പോൾ ഒരു വ്ളോഗ് എടുത്ത് കളയാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ചെയ്തത്. അടിപൊളിയാണ് സംഭവം. റെസിപ്പി എന്നൊക്കെ പറയുന്നത് ആരും ഉണ്ടാകാൻ പാടില്ല, നമ്മളാരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാവരും കട്ട് ചെയ്ത് ചെയ്യണം. ഇപ്പം ഞാൻ വീഡിയോ തന്നെ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ സെറ്റ് ചെയ്തേക്കണേ. ആരും ഉണ്ടാവാതെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന റെസിപ്പി, നമുക്ക് നല്ല അടിപൊളി റെസിപ്പി ആയിരിക്കും. മഷ്റൂമിൽ തിളക്കുന്നുണ്ട് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയിൽ ഇട്ട് കഴിക്കാനാണ് പറഞ്ഞത്, ബട്ട് എനിക്ക് പൊറോട്ടയിൽ ഇട്ട് കഴിക്കാനാണ് തോന്നുന്നത്. സോ ഞാൻ പൊറോട്ട മേടിക്കാൻ പോകുന്നു. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തന്നെ പൊളിയായിരിക്കും. റെസിപ്പി സെറ്റായി. ഇനി നേരെ പൊറോട്ട മേടിക്കുക, മല്ലിയിൽ മേടിക്കുക. അത് മേടിച്ചിട്ട് വേഗം വരാം. അത് വെച്ചിട്ട് ഇട്ടിട്ടാണ് സാധനം അടിയാൻ. കിടിലം ഫുഡ്. പിന്നെ ബീഫ് ഫ്രൈയും മഷ്റൂമും പിന്നെ നമ്മുടെ ഫേവറേറ്റ് പൊറോട്ട. മഷ്റൂം കറി ഇച്ചിരി വയ്ക്കുക. വാപ്പാക്കോട് കാണുന്നുണ്ട് മുക്കി കഴിച്ചാൽ നല്ല തെറിയും. അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുക. മഷ്റൂം കറി ഇങ്ങനെ കൂട്ടുക, മഷ്റൂം ഇങ്ങനെ എടുക്കുക, കൂട്ടുക. പൊടി ടേസ്റ്റ് ഒന്നും പറയാനില്ല. മസാല നല്ല കിട്ടുന്ന ടേസ്റ്റ്. മാഡത്തിന് ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. മാഡം ഫേമസ് ആവണം. കിട്ടില്ലേ? മാഡം പറഞ്ഞ പോലെ തന്നെ ഉണ്ടായി. നല്ല കിട്ടുന്ന ടേസ്റ്റ്. മാഡം പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വർക്കൗട്ടിന് ശേഷം സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം മാക്സിമം. വീട്ടിൽ ഉമ്മച്ചൊക്കെ ഉണ്ടാക്കി തന്നെയാണ് സൂപ്പർ ടേസ്റ്റി സ്വന്തം ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ ഇനി മുതൽ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വന്തം ഉണ്ടാക്കി ഒരു വ്ളോഗും ചെയ്യണം, റെസിപ്പിയും ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, ബൈ.